വെൽക്കം ടു NCERT +9 +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇന്നലെ വരെ 10 പ്രോബ്ലംസ് കഴിഞ്ഞു, 10 പ്രോബ്ലംസ് ചെയ്തു. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ NCERT എക്സസൈസ് സെക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എ വയർ stretched between two rigid supports vibrates in its fundamental mode with a frequency of 45 Hz. അപ്പൊ നോക്കുക, രണ്ട് റിജിഡ് സപ്പോർട്ടിന്റെ ഇടയ്ക്കുള്ള വയറാണ്. സോ നമ്മൾ ഇതിന്റെ ഫണ്ടമെന്റൽ മോഡ്സിന്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതായത് എന്താണ്, നമ്മുടെ റിലേഷൻ നമ്മൾ കണ്ടതാണ്. ദ വയർ ഇസ് സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ ടു സപ്പോർട്ട്, അതെങ്ങനെ ഇരിക്കുന്നു നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ ഉള്ളൊരു വയറാണ്. ഇതിന്റെ ഫണ്ടമെന്റൽ മോഡിന്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഓക്കെ, ഫണ്ടമെന്റൽ മോഡിന്റെ ഫ്രീക്വൻസി. The mass of the wire is this much and linear mass density, the mass per unit length ആണ് linear mass density, അതും തന്നിട്ടുണ്ട്. What is the speed of the transverse wave in the string? What is the tension in the string? അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് വയർ സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ ടു റിജിഡ് സപ്പോർട്ട് ആണല്ലോ. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾക്കറിയാം ജനറൽ ഇക്വേഷൻ ഇൻ ദാറ്റ് കേസ്, ഇതൊക്കെ ഓർത്ത് വെക്കുക. ആ കേസിലെ ലാംഡയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലാംഡ എന്ന് പറഞ്ഞാൽ 2L/n ആണ്. ഈ വയർ സ്ട്രെച്ച് ബിറ്റ്വീൻ ടു സപ്പോർട്ട്സിൽ വേവ് ലെങ്തും ലെങ്തും കൂടി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഹിയർ n കുഡ് ബി 1, 2, 3 എക്സെട്ര. ഇത് നമ്മൾ ഓൾറെഡി കണ്ടാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, 1, 2, 3 എക്സെട്ര. ആൻഡ് നമുക്ക് ഈ ഓക്കെ, അത് അറിഞ്ഞിരിക്കാം. ഇനി നോക്കി, ഇവിടെ മാസ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? മാസ് തന്നിട്ടുണ്ട്. മാസ് 3.5 × 10⁻² kg എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ലീനിയർ മാസ് ഡെൻസിറ്റി ആണ്. അത് ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മ്യൂ ആണ് തന്നിരിക്കുന്നത്. M/L ആണ് നമുക്ക് തന്നിട്ടുള്ളത്. M/L ദാറ്റ് ഈസ് ഗിവൺ ബൈ 4 × 10⁻² മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ലാക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ലെങ്ത് ആണ്. അപ്പൊ ലെങ്തിനെ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കാണാം? ലെങ്ത് കുഡ് ബി റിട്ടൺ ആസ് L = M/μ. അപ്പം എമ്മിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എമ്മിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3.5 × 10⁻². മ്യൂ എന്ന് പറയുന്ന 4 × 10⁻². അപ്പൊ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0.875 മീറ്റർ. അങ്ങനെ നമുക്ക് ലെങ്ത് ഓഫ് ദ വയറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ ദ സ്ട്രിംഗ് ആണ്. അപ്പം ബേസിക്കലി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. V is related to nu and lambda as mu lambda. ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് ന്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം. ന്യൂ ഈസ് ഗിവൺ ഹിയർ ആസ് 45 Hz. അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി 45 Hz ആണുണ്ട്. അപ്പൊ നമുക്ക് ഈ ലാംഡ കണ്ടുപിടിക്കണം. ആൻഡ് ലാംഡ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ മോഡിൽ, അപ്പം ഫണ്ടമെന്റൽ മോഡിലുള്ള ലാംഡ നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയിലുള്ള വേവ് ലെങ്ത് തന്നെ എടുക്കണം. ദാറ്റ് മീൻസ് 2L/ ഫണ്ടമെന്റൽ എന്ന് പറയുമ്പോൾ n 1 വരും. സോ 2 × ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 0.875 മീറ്റർ. ഓക്കെ, സോ ഇറ്റ് വിൽ റൗണ്ട് amount 1.75 മീറ്റർ. അപ്പൊ ഇതിൽ നമുക്ക് V is equal to mu lambda. Mu is 45 Hz and lambda is 1.75. ഇത് ചെയ്യുമ്പോൾ you will get 79 meter/second വരും. ഓക്കെ, 79 meter/second വരും. അടുത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് ആണ്. അപ്പം നമുക്കറിയാം ടെൻഷനും വെലോസിറ്റിയും തമ്മിൽ ഉള്ള ഇക്വേഷൻ എന്താണ്? ബിക്കോസ് V is equal to √T/μ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടാണ്. അപ്പൊ സ്ക്വയർ ചെയ്യുക. V² is equal to T/μ. സോ T is equal to V²μ. ഇപ്പം V² എന്ന് പറയുന്നത് 79² into linear mass density, that is 4 × 10⁻². So this will be 248 Newton. Okay. അപ്പൊ this is the first problem. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. നമുക്ക് a meter long tube open at one end. 1 meter ലെങ്ത് ഉള്ള ട്യൂബ് ആണ്. ഓക്കെ, a meter long tube open at one end
with a movable piston at the other end shows resonance with a fixed frequency source. അത് ഇത് ഓപ്പൺ അറ്റ് വൺ എൻഡും ഒരു മൂവബിൾ പിസ്റ്റൺ ആണ് അതർ എൻഡ്. അപ്പം ഇറ്റ്സ് എ കൈൻഡ് ഓഫ്, നമുക്കറിയാം ഒരെണ്ണം ഒരു എൻഡ് ക്ലോസ്ഡ് മറ്റത് ഓപ്പണും ആയിട്ടിരിക്കുകയാണ്. ദിസ് എ കേസ് ലൈക്ക് പൈപ്പ് വിത്ത് വൺ എൻഡ് ക്ലോസ്ഡ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്ത അതുപോലെയാണ് ഇതിപ്പം വന്നിരിക്കുന്നത്. അപ്പം വിനു അതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഓഡ് ഹാർമോണിക്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ അല്ലെ? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതാണ്. അപ്പൊ ഇറ്റ് ഷോസ് റെസൊണൻസ് വിത്ത് എ ഫിക്സഡ് ഫ്രീക്വൻസി സോഴ്സ്. ഒരു ഫിക്സഡ് ഫ്രീക്വൻസി സോഴ്സിൽ ആ ഫിക്സഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 340 ഹെർട്സ് ആണ്. ഈ 340 ഹെർട്സിൽ അത് റെസൊണൻസ് കാണിക്കുന്നുണ്ട്. അത് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്നുണ്ട്. when the tube length is 25.5 cm or 79.3 cm. ട്യൂബ് ലെങ്ത് ആ ഒരു ലെങ്തിൽ എത്തുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? റെസൊണൻസ് കാണിക്കുന്നുണ്ട്. എസ്റ്റിമേറ്റ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എക്സ്പെരിമെന്റ്. ഇപ്പൊ ഫസ്റ്റ് കണ്ട് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ കാണുക. ദ എഡ്ജ് ഓഫ് എക്സ് മേ ബി നെഗ്ലെക്റ്റഡ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ കാണാം? യു സി നമ്മളുടെ ബേസിക് ഇക്വേഷൻ പൈപ്പ് വിത്ത് വൺ ആൻഡ് ക്ലോസ്ഡിലെ ലാംഡ, അത് ഇക്വേഷൻ വിച്ച് കണക്ട്സ് ലാംഡ ആൻഡ് ലെങ്ത് എന്ന് പറയുന്ന ഇതാണ്. ലാംഡ ഇസ് ഈക്വൽ ടു 2l/n plus half, if you remember. Then അവിടെ n could run from 0, 1, 2, 3, etc. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ അകത്ത് നമുക്ക് ലെങ്തിനെ എങ്ങനെ എഴുതാം? ലെങ്ത് ഇസ് ഈക്വൽ ടു n plus half lambda by 2 എന്ന് എഴുതാൻ മേലെ. അപ്പോൾ you just put here n ഇവിടെ 0 ആകുമ്പം നിങ്ങളുടെ എല്ലാം എങ്ങനെ കിട്ടും? n നമ്മളിവിടെ 0 ഇട്ട് കൊടുക്കുമ്പം you have lambda by 4 എന്ന് വരും. അപ്പം നമുക്ക് അതായത് നമ്മളുടെ ഇവിടത്തെ ട്യൂബ് ലെങ്ത് 25-ലും 79-ലും കാണിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ട്യൂബ് ലെങ്ത് നമുക്ക് 25.5 ആവുമല്ലോ ഡെഫിനറ്റ്ലി ഈ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് 0 കൊടുക്കുന്ന വാല്യൂ ആയിരിക്കാം ആ ട്യൂബ് ലെങ്ത്. ഇത് നോക്കിക്കാൻ നമ്മൾ അടുത്തതിൻ്റെ അകത്ത് n1 ഇട്ട് കൊടുക്കാന്ന് വിചാരിക്കാം. ഇഫ് യു പുട്ട് ഹിയർ 1, ഇവിടെ നമുക്ക് 3 × λ/4 എന്ന് വരും. ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് n1 ഇട്ട് കൊടുക്കുമ്പോൾ സോ 3 × 25.5 അതാണ് ഈ 79.3 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായി? ദാറ്റ് മീൻസ് ഇതെന്ന് പറഞ്ഞാൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതാണ് നമുക്ക് ഈ ലെങ്ത് ഇൻഫർമേഷൻ നിന്നും മനസ്സിലാവുന്ന കാര്യം. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മളോട് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വിയിൽ നിന്നും കണ്ടുപിടിക്കാം. v = ന്യൂ ലാംഡ. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ള ന്യൂയുടെ ഇൻഫർമേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. റെസൊണന്റ് ഫ്രീക്വൻസി 3040 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ലാംഡ ആണ് വേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ ലാംഡ എന്താണ്? സോ യു ജസ്റ്റ് പുട്ട് ലാംഡ. നമുക്ക് ഈ വാല്യൂ ഞാൻ ഇത് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇതെങ്ങനെയാണെന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നമ്മൾ ഇക്വേഷൻ വി ആർ ഗോയിങ് ടു യൂസ് ഇസ് ദിസ് ഇക്വേഷൻ. സോ ലാംഡ എന്ന് പറയുന്നത് എന്ത് വരും? ലാംഡ ഇസ് ഈക്വൽ ടു n 0 ഇടുമ്പോൾ 2l/1/2 ദാറ്റ് ഇസ് 4l വരും. 4l വരും. അടുത്ത ലാംഡ എന്ന് പറയുന്നത് 2l/1 ഇട്ട് കൊടുക്കുക. സോ 3/2. സോ ഇറ്റ് വിൽ ബി ലൈക്ക് 4l/3 എന്ന് വരും. സോ ഇതെന്ന് പറയുന്നതാണ് ഫണ്ടമെന്റൽ മോഡ് എന്ന് പറയുന്നതാണ്. ഇതൊക്കെ ഇത് പിന്നെ എങ്ങനെ നമ്മൾ 1, 2, 3 ഒക്കെ ഇടുമ്പോൾ അടുത്തത് അതിന്റെ ഹയർ ഓവർടോൺസ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ മോഡിൽ നമുക്ക് സ്പീഡ് അറിയാൻ നമുക്ക് തൽക്കാലം ഫണ്ടമെന്റൽ മോഡ് എടുക്കാം. ദാറ്റ് ഈസ് n = 0 ലാംഡ ഇസ് ഈക്വൽ ടു 4l. അപ്പോഴത്തേക്കും ഈ 4 × ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ട്യൂബ് ലെങ്ത് എന്ന് പറയുന്നത് നോക്കിക്കേ, ട്യൂബ് ലെങ്ത് ഈ ഫണ്ടമെന്റൽ n = 0 ഇടുമ്പോഴുള്ള ട്യൂബ് ലെങ്ത് എന്ന് പറയുന്നതാണ് എന്ത്? 25.5. അപ്പൊ അതെടുക്കുക. ദാറ്റ് ഈസ് 4 × 25.5 എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് മീറ്ററിലാണ്. സോ ഡിവൈഡ് ബൈ 100. അപ്പൊ ഇത് 0.255 മീറ്റർ എന്ന് വരും. ഓക്കെ, സോ ഇവിടെ 0.255 മീറ്റർ ആകുന്നു. അപ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് 1.02 മീറ്റർ എന്ന് വരും. അപ്പൊ നമുക്ക് v = ന്യൂ ലാംഡ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഇസ് വാട്ട് ഹാസ് ബീൻ ആസ്ക്ഡ്. എസ്റ്റിമേറ്റ് ദി സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എക്സ്പെരിമെന്റ്. ദാറ്റ് മീൻസ് ഫണ്ടമെന്റൽ മോഡിലാണ് നമ്മൾ നോക്കുന്നത്. സോ ന്യൂ എന്ന് പറയുന്നത് 340 × 1.02 ഇത് ചെയ്യുമ്പോൾ 346.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, 346.8 meter per second. Okay, so that's the next question. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. This is question number 13. A steel rod 100 centimeter long, ഒരു 100 centimeter long ഉള്ള
ലെങ്ത് ഉള്ള ഒരു സ്റ്റീൽ റോഡ് ഈസ് ക്ലാംഡ് അറ്റ് ഇറ്റ്സ് മിഡിൽ. അതിന്റെ മിഡിൽ ക്ലാമ്പ് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം സ്റ്റീൽ റോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 100 സെന്റിമീറ്റർ. 100 സെന്റിമീറ്റർ മീൻസ് നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 100, ദാറ്റ് ഇസ് 1 മീറ്റർ. ഇറ്റ് ഇസ് ക്ലാംഡ് അറ്റ് ദ മിഡിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിഡിലിൽ ക്ലാമ്പ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഹാവിങ്, അതില് നമ്മൾ മിഡിൽ ക്ലാമ്പ് ചെയ്യുമ്പം ആ ക്ലാമ്പ് ചെയ്തിരിക്കുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ പോയിന്റ്, ഒരു ആന്റിനോഡ് പോയിന്റ് ആയിരിക്കും. സോറി, നമ്മൾ മിഡിൽ ക്ലാമ്പ് ചെയ്തിരിക്കുമ്പം ആ മിഡിൽ പോയിന്റ് എന്ന് പറയുന്ന ഒരു ആന്റിനോഡ് ആയിരിക്കും. ഇറ്റ് വിൽ ബി കൈൻഡ് ഓഫ് ഇങ്ങനെ ആയിരിക്കും അതിരിക്കുക, മിഡിലല്ലേ ക്ലാമ്പ് ചെയ്തിരിക്കുക. അപ്പം എന്നിട്ട് ഇവിടെ ആയിരിക്കും നമുക്ക് നോട്ട് പോയിന്റ്, ഇവിടെ വരും, ഇവിടെ ഒരു നോട്ട് പോയിന്റ് വരും. റോഡ് മിഡിലിൽ പ്ലക്ക് ചെയ്തിരിക്കുന്നുണ്ട്, പ്ലക്ഡ് ഇൻ ദ മിഡിൽ. അതുകൊണ്ട് ആ മിഡിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആന്റിനോഡ് ആയിരിക്കും. ദെൻ വി ഹാവ് നോട്ട്സ് അറ്റ് 2 ends. കാര്യം അത് കഴിഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തുള്ളത് നോട്ട്സ് ആയിരിക്കും. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന സിറ്റുവേഷൻ. ഇതാണ് നമ്മുടെ ഒരു ഓപ്പൺ പൈപ്പിന്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിരുന്നു, നമ്മൾ പഠിച്ചിരുന്നു ഓപ്പൺ പൈപ്പ്. അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിലിലെ നോഡാണ്, രണ്ട് സൈഡിലും ആന്റി നോഡാണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ വന്നു. ആ സെയിം ഇക്വേഷൻ നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. ഓക്കെ, സോ സി ഇവിടം വരെയുള്ളതാണ് നമ്മുടെ ലെങ്ത്. അതേ ഇക്വേഷൻ തന്നെയാണ് ഇങ്ങനെ വരുമ്പോഴും വരുന്നത്, ബട്ട് ഇവിടെ മിഡിൽ ആന്റിനോഡ് ആണെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഈ മൊത്തം ലെങ്ത് എല്ലാമാണ്. ആൻഡ് ഇത്രയും ഭാഗം എന്നുള്ള ഒരു വേവിന്റെ ഇവിടം വരെ വരുമ്പോൾ ആ വേവിനെ കുറിച്ച് ചിന്തിക്കുമ്പം ഒരു വേവ് എന്ന് പറയുന്നത് ഒന്നുകൂടെയും കൂടെ വന്നു കഴിഞ്ഞാലേ വേവ് ആവുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, എല്ലിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് λ/2 ആണ് അല്ലെ. സോ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ L is equal to λ/2. ഇവിടെ നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാം, ദറ്റ് ഇസ് 2L. ഓക്കെ, അപ്പൊ 2 × L എന്ന് പറഞ്ഞാൽ 1 മീറ്റർ, സോ 2 മീറ്റർ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ദ സ്റ്റീൽ എന്നാണ്. And fundamental frequency of longitudinal vibrations of the rod are given to be 2.53 hertz. Fundamental vibration nu തന്നിട്ടുണ്ട് 2.53 kilohertz. Kilo means 10 power 3. So hertz. What is the speed of sound in the steel എന്നാണ് ചോദിക്കുന്നത്. That is V is equal to നമ്മുടെ ഇക്വേഷൻ ഇത് ഓർത്തിരിക്കുക, nu lambda. So nu is 2.53 into 10 power 3 into lambda 32. So ഇതിട്ട് കൊടുക്കുമ്പോൾ you will get 5.06 kilometer per second. Okay, ഇല്ലെങ്കിൽ ഇപ്പൊ see this is L is equal to λ/2. ഈ ഇക്വേഷൻ ദാറ്റ് ഈസ് ഇതിങ്ങനെ വന്നിങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഏറ്റവും എളുപ്പം എന്ന് പറയാൻ പറ്റുന്നത്, ബിക്കോസ് യു നോ രണ്ട് സക്സസീവ് നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും, അത് ഈ സക്സസീവ് നോഡുകളുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും λ/2 ആയിരിക്കും ഈ കേസിൽ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത്. അങ്ങനെയും ഇത് നമുക്ക് ഇതിലേക്ക് അറൈവ് ചെയ്യാം കേട്ടോ, ഇനി വേണമെങ്കിൽ ചിന്തിക്കാം. ഇനി അടുത്ത പ്രോബ്ലം നോക്കുക. എ പൈപ്പ് 20 centimeter ലോങ് ഈസ് ക്ലോസ്ഡ് അറ്റ് 1 inch. 20 centimeter അപ്പം ലെങ്ത് ഉള്ള പൈപ്പ്, സോ ലെങ്ത് ഈസ് 20 centimeter. മീറ്ററിലേക്ക് ആക്കുമ്പോൾ 0.2 മീറ്റർ. അപ്പൊ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ക്ലോസ്ഡ് അറ്റ് 1 end, ഒരു എൻഡിൽ ക്ലോസ്ഡ് ആണ്. സോ നമ്മുടെ ആ ക്ലോസ്ഡ് എൻഡ്, 1 end ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പിന്റെ ആ കേസിലെ ഇക്വേഷൻസ് എല്ലാം നമുക്ക് ഇവിടേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. Which harmonic mode of the pipe is resonantly excited by a 430 hertz source? ഒരു 430 hertz source ഉപയോഗിക്കുമ്പം ഏത് മോഡാണ് എക്സൈറ്റഡ് ആവുന്നത്? അതായത് ന്യൂ എൻ ആണ് 430 hertz. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏത് മോഡാണ്, അതായത് we have to find which n could excite it, could resonantly excite it. അത് n എത്രയാണ്, ഏത് മോഡിനാണ് ഈ സോഴ്സിൽ എക്സൈറ്റഡ് ആവാൻ പറ്റുന്നുള്ളതാണ്. വിൽ ദ സെയിം സോഴ്സ് ബി ഇൻ റെസണൻസ് വിത്ത് ദ പൈപ്പ് ഇഫ് ബോത്ത് എൻഡ്സ് ആർ ഓപ്പൺ. രണ്ട് എൻഡ് ഓപ്പൺ ആണെങ്കിൽ ആ സെയിം സോഴ്സിന് റെസനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഫോർ എ പൈപ്പ് വിച്ച് ഈസ്, നമ്മൾ നേരത്തെ ഇത് ശരിക്കും പൈപ്പ് വിച്ച് ഈസ് ക്ലോസ്ഡ് അറ്റ് 1 end എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത ഓൺലി ഓഡ് ഹാർമോണിക്സ് ആർ പ്രസന്റ്. ഓഡ് ഹാർമോണിക്സ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സോ അതിന്റെ ന്യൂയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ലാംഡയുടെ ഇക്വേഷൻ എഴുതിയായിരുന്നു. അപ്പൊ ഇവിടെ ന്യൂയുടെ ഇക്വേഷൻ ഇതും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ ആണ്, n+12 into V/12. ഈ ഇക്വേഷൻ നമ്മൾ പൈപ്പ് ക്ലോസ്ഡ് അറ്റ് 1 end ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആണ്. Then this n could run from 0, 1, 2, 3 etc. യു സി നമ്മളിപ്പം n-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആളാണ് ഫണ്ടമെന്റൽ മോഡ്. ഫണ്ടമെന്റൽ മോഡ്. ഓക്കെ, അപ്പം ഈ ഫണ്ടമെന്റൽ മോഡ്, അപ്പൊ ഫണ്ടമെന്റൽ മോഡ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ന്യൂ ഇസ് ഈക്വൽ ടു n-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ 1/2 into V/2L എന്ന് വരും. ദാറ്റ് ഇസ് V/4L ആണ്.
ഓക്കെ, ഇനി ദിസ് ഇസ് ന്യൂ സീറോ. ഓക്കെ, ഇനി n is equal to നമ്മൾ നെക്സ്റ്റ് 1 ഇട്ട് കൊടുക്കുമ്പോൾ വാട്ട് യു ആർ ഗെറ്റിംഗ്, ന്യൂ 1 is equal to നെക്സ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ n+1 എന്ന് പറഞ്ഞാൽ 3/2 വരും. 1 + ½ 3/2 v/2l, that is 3 into v/4l. that means തേർഡ് ഹാർമോണിക് ആണ്. ഫസ്റ്റ് ഫണ്ടമെന്റൽ മോഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന തേർഡ് ഹാർമോണിക്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ തിയറി കണ്ടാണ്, ഞാൻ ഒന്നുകൂടെ കൂടെ പറഞ്ഞേ ഉള്ളൂ. സോ ദാറ്റ്സ് വൈ ഇങ്ങനെ അടുത്ത വരാൻ പോകുന്നത് ഫിഫ്ത്ത് ഹാർമോണിക് ആയിരിക്കും. n is equal to 2 വരുന്നത് ഫിഫ്ത്ത് ഹാർമോണിക് ആയിരിക്കും. അതിവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 5 into v/4l ആണ്. ഇങ്ങനെ ആയിരിക്കും ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ന്യൂയെ വേറൊരു തരത്തിലും വേണമെങ്കിൽ എഴുതാം. അത് സെയിം ഇക്വേഷൻ നിങ്ങൾ ടെക്സ്റ്റിന്റെ ബാക്കിൽ ആൻസർ കീഴിലൊക്കെ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടു. അതുകൊണ്ടാണ് യു കുഡ് റീറൈറ്റ് ദിസ് ഇക്വേഷൻ ലൈക്ക്, ബിക്കോസ് ഇവിടെ എന്ന് പറഞ്ഞ ഇവിടെ എന്ന് വരുന്നുണ്ട് v/4l, അത് കഴിഞ്ഞ് 3 into v/4l, പിന്നെ 5 into v/4l. അപ്പൊ ഇൻ ടേംസ് ഓഫ് ദാറ്റ് നമുക്ക് എഴുതാവുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും വരുന്ന ഒരു കാര്യം v/4l ആണ്. അതിന്റെ കൂടെ യു സി ഇത് ഇവിടെ 1 ആണ്, ഇവിടെ 3 ആണ്, 5 ആണ്. അപ്പൊ ഇൻ ജനറൽ ഈ 1, 3, 5 ഈ സീരീസ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് 2n - 1 എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ കൊണ്ട് സാധിക്കും. ഓക്കെ, വേറെ n എന്ന് പറയുന്നത് നമ്മൾ 1 ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക, 3 ഇട്ട് കൊടുക്കുക, അങ്ങനെ വരുമ്പോൾ ഈ 1, 3, 5 എന്നുള്ള ഓർഡറിലായിരിക്കും പോവുക. സോ യു കുഡ് റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, 2n - 1 into 2n yeah. So 2n - 1 into v/4l എന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇക്വേഷനും ദിസ് ഇസ് ഓൾസോ ഈക്വലി സെയിം. ഓക്കെ, നിങ്ങൾക്ക് മറ്റേ ഫോമിൽ ഉപയോഗിക്കാം. കുറെ സ്ഥലങ്ങളിൽ ഈ ഇക്വേഷൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയും പറയുന്നത്, അതുകൊണ്ട് ഇത് പറഞ്ഞതേ ഉള്ളൂ. സെയിം ഇക്വേഷൻ ഫോർ ആസ് ഇറ്റ് ഇസ് ഓഡ് ഹാർമോണിക്, ഇറ്റ് ഈസ് റീറിട്ടൺ ലൈക്ക് ദിസ് വൺ. സെയിം ആണ് കേട്ടോ, രണ്ട് ഇക്വേഷൻ സെയിം ആണ്, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അപ്പൊ ഇതും വേണമെങ്കിൽ ഉപയോഗിക്കാം, ടെക്സ്റ്റിന്റെ ബാക്കിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ല, ഇത് എക്സൈറ്റഡ് ആവുന്ന ആ ഫ്രീക്വൻസി 430 ഹെർട്സ് ആണ്. ഇത് എപ്പോഴാണെന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ ന്യൂ എൻ എന്ന് പറയുന്നത്, സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ന്യൂ എൻ, റൈറ്റ്? സോ ന്യൂ എൻ എന്ന് പറഞ്ഞാൽ 430 ഹെർട്സ് ആണ്. അപ്പൊ നമുക്ക് 430 ഈസ് ഈക്വൽ ടു 2n - 1 into v/4l എന്ന് എഴുതാം. ഇതിന്റെ v എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സൗണ്ടിങ് എയർ ആണ്, v, ദാറ്റ് ഇസ് 340. ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 0.2 മീറ്റർ. അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. സോ ഇറ്റ് വിൽ ബി ലൈക്ക് 430 ഈസ് ഈക്വൽ ടു 2n/1 340/4 into 0.2. So on solving you will get 2n - 1 is equal to, ഇത് അപ്പുറത്തേക്ക് കൊടുക്കാമല്ലോ, 430 into 4 into 0.2 divided by 340. അപ്പൊ ഇതിൻ്റെ നമുക്ക് 2n എന്ന് പറയുന്നത് 2.01 വരും. And n will be approximately, you will get it like 1 വരും. ഓക്കെ, അപ്പൊ n1 വരിക എന്ന് പറയുന്നത് എന്താണ്? n1 വരിക മീൻസ് ഇറ്റ്സ് ദ ഫസ്റ്റ് ഹാർമോണിക് അല്ലെ. എൻ്റെ വാല്യൂ നമുക്ക് 1 ആയിട്ടാണ് കിട്ടുന്നത്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഹാർമോണിക്. ഓക്കെ, ബിക്കോസ് ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇതും കൂടി കമ്പയർ ചെയ്യരുത്. നമ്മുടെ n is equal to, അത് ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ 0, 1, 2, 3 എക്സെട്ര വരുമ്പോഴാണ് എന്താണ് ഫണ്ടമെന്റൽ തേർഡ് ഇങ്ങനെ വരുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഈ ഇക്വേഷന്റെ അകത്തേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് ഇവിടെ n ഈസ് റണ്ണിങ് ഫ്രം 1, 2, 3 എക്സെട്ര. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഹാർമോണിക്. ഓക്കെ, ഫസ്റ്റ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഹാർമോണിക്, ഇതിന്റെ വാല്യൂ 1 ആണ്. ഇവൻ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തോണ്ടാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി, ഇറ്റ് ഇസ് ദ ഫസ്റ്റ് ഹാർമോണിക്. ഓക്കെ, ഇവിടുത്തെ ഇതെന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ മോഡ്. അപ്പൊ ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര ആണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ n is equal to 1 എന്ന് പറയുമ്പോൾ സെയിം ലൈക്ക് ഫസ്റ്റ്, ബിക്കോസ് ഇക്വേഷൻ മാറുന്നുള്ളൂ. സോ ബേസിക്കലി ദിസ് ഇസ് ദ ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഹാർമോണിക്. ഓക്കെ, ആൻഡ് ഇനി നെക്സ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, will the same source be in resonance with the pipe if both ends are open? രണ്ട് എൻഡ് ഓപ്പൺ ആണെങ്കിൽ ഈ 430 ഹെർട്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസണൻസ് കിട്ടുമോ എന്നുള്ളതാണ്.
അപ്പം അതിന്റെ ആൻസർ എപ്പോഴും നോ ആണ്. നമ്മളത് ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഒന്നുകൂടെ കൂടെ ചെയ്ത് നോക്കാം. ഇഫ് പൈപ്പ് ഈസ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ് ആണെന്ന് വിചാരിക്കാം. ഇഫ് പൈപ്പ് ഈസ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ്, പൈപ്പ് രണ്ട് സ്ഥലത്തും തുറക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഫോർ ഫ്രീക്വൻസീസ് NV/2L ആണ്. അപ്പൊ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന n എന്ന് പറയുന്നത് 1 ആണല്ലോ. സോ ന്യൂ എന്ന് പറയുന്നത് എന്ത് വരും? 1 into V/2L. സോ 340 divided by 2 into 0.2. So you will get 0.5 hertz. 0.5 അല്ലല്ലോ, നമുക്ക് വന്ന ആൾ എന്താണ്? 340 hertz ആണ് നമ്മുടെ റെസൊണൻസ് സോഴ്സ്. അപ്പം ദാറ്റ് മീൻസ് എന്താണ്? അതിന്റെ അർത്ഥം സെയിം സോഴ്സ്, if the pipe is open at both ends, resonance will not happen with the same source. Okay. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി. 2 sitar strings A and B playing the note Ga are slightly out of tune and produce beats of frequency 6 Hz. ഇപ്പൊ ബീറ്റ് ഫ്രീക്വൻസി ആണ് തന്നിരിക്കുന്ന 6 Hz. ബീറ്റ് ഫ്രീക്വൻസി ആണ് 6 Hz. We have 2 strings എയും ബിയും. അപ്പം എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂ എയും ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂ ബിയും ആണെങ്കിൽ നമുക്ക് ഇവിടെ ആക്ച്വലി അറിയേണ്ട കാര്യം whether it is new A minus new B is equal to 6 or new B minus new A is equal to 6. ഇതിൽ ആരാണ് 6 എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അടുത്ത നോട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ പ്രോബ്ലത്തിൽ വരുമ്പോൾ നമുക്ക് ഇത് അറിയില്ല, ബീറ്റ് ഫ്രീക്വൻസി ആണെന്നേ ഉള്ളൂ, നമുക്ക് ഇതാണോ എന്ന് അറിയില്ല. നെക്സ്റ്റ് നോക്കാം. The tension of the string A is slightly reduced and the beat frequency is found to reduce to 3 Hz. ഈ എയുടെ ടെൻഷൻ കുറച്ചു. നമുക്കറിയാം ടെൻഷനും മ്യൂവും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. V is equal to √T/μ അല്ലേ. അപ്പം V is equal to ന്യൂ ലാംഡ എന്നും ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. സോ ഇതിൻ്റെ അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ടെൻഷനും ഫ്രീക്വൻസിയും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പം ടെൻഷൻ ഇൻ സ്ട്രിങ് എ സ്ലൈറ്റ്ലി റെഡ്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടെൻഷൻ ഇൻ എ എന്ന് പറയുന്നത് കുറച്ചു. അപ്പൊ ഒബ്വിയസ്ലി അവിടുത്തെ ബീറ്റ് ഫ്രീക്വൻസി, അവിടുത്തെ എയുടെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. കാര്യം ടിയും വിയും തമ്മിൽ, ന്യൂവും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട്. അപ്പം ഒബ്വിയസ്ലി എന്താണ്, ന്യൂയുടെ ഫ്രീക്വൻസി കുറയും. അപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെ വന്നു. അപ്പം ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എ is slightly reduced and beat frequency is found to reduce to 3 Hz. ആ സമയത്ത് ഇവരുടെ ഡിഫറൻസ് 3 ആയി എന്ന് പറഞ്ഞത്. ന്യൂ 1 എന്ന് പറയുന്നത്, ന്യൂ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ആയി. അത് ന്യൂ എ കുറയുകയും ഇത് കുറയുകയും ചെയ്തു എന്ന് പറയുന്നതിൻ്റെ നമുക്ക് മനസ്സിലാവും ന്യൂ എ ഈസ് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ ന്യൂ ബി. കാര്യം എന്താ വെച്ചാൽ, കാര്യം പുതിയ അത് അങ്ങനെ ഇത് ഫ്രീക്വൻസി ഓഫ് എ റിഡ്യൂസ് ചെയ്തപ്പം ഇവരുടെ ഡിഫറൻസ് 6ൽ നിന്നും 6 to 3 ആയി. ദാറ്റ് മീൻസ് ന്യൂ എ തന്നെയാണ് ന്യൂ ബിയെ കാട്ടിയും കൂടുതൽ. ആൻഡ് ഇഫ് ദ ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് എ ഈസ് 324 Hz, ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് ന്യൂ എ എന്ന് പറഞ്ഞാൽ 324 Hz ആണെങ്കിൽ വാട്ട് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം. സോ നമുക്ക് നമ്മുടെ കൺഫ്യൂഷൻ ആയിരുന്നു, ഇതാണോ എന്നുള്ള കൺഫ്യൂഷൻ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതല്ല, ഇതാണ് കറക്റ്റ് ആണ്. സോ ന്യൂ എ മൈനസ് ന്യൂ ബി ഈസ് ഈക്വൽ ടു 6 കൊടുക്കാം. സോ ന്യൂ എ ഈസ് 324 മൈനസ് ന്യൂ ബി ഈസ് ഈക്വൽ ടു 6. സോ ന്യൂ ബി ഈസ് ഈക്വൽ ടു 324 minus 6, that is 318 Hz. Okay, so that's it. In the next set of problems നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം സെറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.